മാത്രം മതി. Guys, the frozen iPhone is here. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു യൂട്യൂബർ ഇങ്ങനെ ഒരു അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ മോഡലായ ആപ്പിൾ ഐഫോൺ 17 Pro Max ആണ്. 512 GB. 1,30,000 മേലെ വില വരുന്ന ഈ ഒരു സാധനം ഇന്ത്യയിലാണെങ്കിൽ 1,69,000 രൂപ എങ്ങാനാണ് ഇതിൻ്റെ വില. ഇതിന്ന് അൺബോക്സ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് വെള്ളത്തിൽ ഇതുപോലെ വെച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു 6-8 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഐസ് തല്ലി പൊട്ടിച്ചിട്ടായിരിക്കും നമ്മളിത് അൺബോക്സ് ചെയ്യുക. ഫോൺ നാശമായാൽ പോയത് തന്നെ കേട്ടോ. അപ്പോൾ ഒരു ബേജാറിലോടുകൂടിയാണ് ഞാനിത് അൺബോക്സ് ചെയ്യുന്നത്. പല രീതിയിൽ അൺബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഫോൺ ഞാൻ ഒക്ടോബർ 29 എടുത്താണ്. 29 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 31 കഴിഞ്ഞു, 1 കഴിഞ്ഞു നവംബർ. ഇന്ന് നവംബർ 2 ഇന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത്രയും ദിവസം ഇങ്ങനെ ചിന്തിക്കും എങ്ങനെ അൺബോക്സ് ചെയ്യാം. സ്കൈ ഡൈവിങ് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി പൊട്ടിക്കും, എറിഞ്ഞ് പൊട്ടിക്കാൻ. അപ്പോൾ ഞാൻ എറിഞ്ഞ് പൊട്ടിച്ച ഫോണ് പോയിപ്പോല്ലോ. ഞാൻ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടു ഫ്രീസ് ചെയ്ത്. അത് ഫോൺ മാത്രം എടുത്ത് ഫ്രീസ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിന്നത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഈ ഫോൺ ഇന്നിവിടെ വെള്ളത്തിൽ വെച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ എല്ലാവരും എനിക്കൊരു കോൺഫിഡൻസ് തരണം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1-1:30 ആയിട്ടുണ്ട്. ഇതിവിടെ വെക്കുന്നു. ഒരു 4-5 മണിക്കൂർ വൈകിട്ടാകുമ്പത്തിന് ഫ്രീസാവും. ചിലപ്പോൾ നാളെ എടുക്കുള്ളൂ. എത്ര മണിക്കൂർ എടുക്കും നോക്കട്ടെ ഫ്രീസ് ആവുന്ന ഫെസിലിറ്റി. ഫ്രീസ് ആയില്ലെങ്കിൽ ഫ്രീസ് ആവും എന്തായാലും. നമ്മൾ ഈ ഫ്രിഡ്ജിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും ഫ്രീസ് ആവലുണ്ട്. പെപ്സി വെച്ചാലും കൊക്കക്കോളയൊക്കെ വെച്ചാലും ഫ്രീസ് ആവലുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രീസ് ആവും എന്നുള്ള രീതിയിൽ നമ്മളിത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ അളിയനും വൈഫൊക്കെ തന്ന ഒരു കോൺഫിഡൻസിൻ്റെ മേലെയാണ് നമ്മൾ ഈ പരിപാടി ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് അളിയാ കുറച്ച് എടുത്തോട്ട് പോരും. നമുക്കിനി ഇതാണ് ഒരു ട്രേ ആണ്, ട്രാൻസ്പെറൻറ്റ് ട്രേ. ഇതിലോട്ട് നമ്മൾ ഫോൺ വെക്കാൻ വേണ്ടി പോട്ടോ. റീൽസിലൊന്ന് വീഡിയോ എടുക്കണം. ഒന്ന് റീൽസിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തോളൂ മാഡം. അളിയെ പഠിയിരുന്നോ? അളിയെ പഠിയിരുന്നോ? എടുത്തോ. ശിങ്കു ഇങ്ങോട്ട് വാ. വൃത്തിയിലെടുക്കണം. ഓക്കെ, ഓണാക്കിയോ? അവിടെ വെറുതെ ഗൈസ് റീൽസിന് എടുക്കുന്നുണ്ട്. ഓക്കെ വേണ്ട കറക്റ്റാണ്. അപ്പം നമ്മൾ ഇത് വെള്ളത്തിലിടാൻ വേണ്ടി പോവാണ്. ചിങ്ങോടുന്ന് മാറി. സോ ഓക്കെ അളിയാ ആ വെള്ളം നിർത്തലിയ. ഓക്കെ ഗായ്സ്, ചിങ്കു എടുത്തോട്ടോ വീഡിയോ. വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. നേരെ അല്ലേ ഇത്? അല്ലെങ്കിൽ കുറച്ച് ഇവിടെ പോര്. എന്നാല് ഓള് തട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബേജാർ ബേടാ ഒഴിക്കട്ടെ. കട്ട് ചെയ്യാലോ. സോ ഗൈസ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. ഷിങ്കുവിനെ മാറ്റിയിട്ട് അളിയനാക്കി റീൽസ് എടുക്കാൻ. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂട്യൂബർ 1.5 ലക്ഷം രൂപേൻ്റെ ഫോണിൻ്റെ വിലയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. എന്താവോ ഫ്ലോട്ടിംഗ് ആണല്ലോ. യെസ് ഗൈസ്, യെസ് പറക്കാണ്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ വെയിറ്റ് വെക്കേണ്ടി വരും. നേരെ ഫ്രീസറിലോട്ട്. കമോൺ ലെറ്റ്സ് ഗോ.
പെട്ടെന്ന് എടുക്കല്ലേ. മേലൊന്ന് വൃത്തിയാക്കാം. ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു വൃത്തിയാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. ഉറപ്പിച്ചതിന് ശേഷം അതിന്റെ മേലേക്ക് കുറച്ച് വെള്ളം ഈ ഫോൺ വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. മനസ്സിലായോ? അതിന്റെ മേലെ എന്താ ഒരു ഐസാവന എന്താ കട്ട പിടിച്ചൊക്കെ കുറച്ചുകൂടി വെള്ളം തട്ടലിയാ. ഐസിന്റെ ഒരു കട്ട ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം ഇനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കാണാം. അളിയാ ഇത് അടയ്ക്കുന്നതും ഫ്രിഡ്ജിന്റെ കാണിക്കുന്ന റീൽ വീഡിയോ. റീലാണ് മെയിൻ ഇട്ടോ ഗൈസ്. സോറി ഗൈസ്, അതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഞാൻ ഫ്രിഡ്ജ് ഇങ്ങനെ അടിക്കട്ടെ. സോ ഗൈസ്, ഇന്നലെ ആയിരുന്നു നമ്മളെ ഐഫോൺ 17 Pro Max വെള്ളത്തിൽ വെച്ച് ഫ്രീസ് ചെയ്യാൻ വെച്ചത്. ഏകദേശം ഇന്നത്തേക്ക് ഇത് ഒരു 15 മണിക്കൂറായി ഉണ്ടാവും. ഇപ്പോൾ സമയം 4 മണി. ഇന്നലെ ഉച്ചക്ക് 1 മണിക്കോ 2 മണിക്കോ വെച്ചാണ്. അവസ്ഥ നോക്കിയേ. 17 Pro Max ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ് ഗൈസ്. അൺബോക്സിങ് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അളിയനെ കൂടി വരണം, എന്നിട്ട് വേണം എടുക്കാൻ. കാരണം 2 ക്യാമറമാന്മാർ വേണം. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ട് ഫുള്ള് ആൾക്കാർ തെറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 1 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം വ്യൂ അങ്ങനെ കിട്ടി. അൺബോക്സ് ചെയ്യാതെ ഇത് പിന്നെ വർക്കാവോ ഇല്ലയോ എന്നുള്ള ഡൗട്ടാണ് ഇപ്പം. നിങ്ങളെന്ത് പറയുന്നു ഗൈസ്? ഈ ഫോൺ വർക്കാവുമോ ഇല്ലയോ? ചിങ്കു എന്ത് പറയുന്നു? വർക്കാവില്ല എന്നോ? അങ്ങനെ പറയല്ലേ. ഒരുപാട് പേര് സാംസങ്ങിൻ്റെ ഫോണും ഐഫോണൊക്കെ പൊട്ടിച്ചത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. സാംസങ് എന്തായാലും വർക്കാവും. ഐഫോണാണ് ചിലതൊക്കെ നാശമായിട്ടുള്ളൂ. പക്ഷേ ഇത് നാശമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പെട്ടിയടക്കം ഫ്രീസായി കിടക്കുകയാണല്ലോ. IP69 68 അങ്ങനെന്തോ റേറ്റിംഗ് ഉള്ളതാണ്. വാട്ടർ ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഈ ഫോൺ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? ഇതിപ്പോൾ തല്ലി പൊട്ടിക്കണോ വെള്ളം ഒഴിച്ച് ഇങ്ങനെ എടുക്കണോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ. നല്ല ട്രൈ. ഓക്കെ, അപ്പം ഇനി പൊട്ടിക്കുമ്പോൾ കാണാം. നമ്മളിതാ നമ്മുടെ ഐഫോൺ 17 Pro Max പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇവരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അലിയൻ എടുക്കണ്ട. അലിയനായിട്ടില്ല. റീൽസ് നമ്മൾ വേറെ തന്നെ വൃത്തിയിലെടുക്കും. ഒന്നുകൂടി എടുക്കുന്നതായി. ഐഫോൺ 17 Pro Max പൊട്ടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ഇവരാണ് എൻ്റെ ഗുരുക്കൾ. അതിനുള്ള റീസൺ ഞാൻ എന്താന്നുള്ളത് പറഞ്ഞുതരാം. മതി, ഇനി ഇവിടെ നോക്കിക്കോ. സോ വേൾഡ് ഫസ്റ്റ് ഫേക്ക് ഐഫോൺ 17 Pro Max എന്നുള്ള പൊട്ടിക്കാണ്. ഇനി കുറച്ച് റീൽസിന് എടുക്കട്ടെ കേട്ടാ. എടുക്കാനോ റീൽസാണ് മെയിൻ. ഓക്കെ, എടുത്തോ. സോ ഗൈസ്, നമ്മളിതാ 17 Pro Max അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടാ. വെള്ളം ഒഴിക്കണേ. വെള്ളം ഒഴിച്ച് നിന്ന് കുളിർത്തി കൊണ്ടുവരണം ആശാനെ. എത്ര ടൈം എടുക്കും അറിയില്ല. കുറച്ച് ടൈം എടുക്കും. ഒരു കത്തി എടുത്തിട്ടോ. സോ ഗൈസ്, അളി കട്ട് ചെയ്തോ. അളി മനസ്സിലായില്ലേ? റീൽസിന് എടുക്കാൻ വേണ്ടിട്ട് ഇനി അടുത്ത ഹാമർ വെച്ച് പൊട്ടിച്ചാ പോരെ? അതാണ് ചുറ്റിക്കണ്ട.
ചുറ്റിക്കണ്ടോ? അത് എന്നാ ചുറ്റിക്ക് എടുക്ക്. അതല്ല വെറൈറ്റി ഗൈസ്. ചുറ്റിക എടുത്തിട്ടാണ് നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ്. ചുറ്റിക 17 Pro Max 1.5 ലക്ഷം രൂപ. ഇതില് ഒരു വെറൈറ്റി ഉണ്ട്, ലാസ്റ്റ് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതിന്റെ ഒരു വെറൈറ്റി ചുറ്റിക ഇപ്പോഴത്തെ മറ്റേ ഇതിലില്ലേ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ശബ്ദം വരുള്ളൂ, പൊട്ടിക്കണ സമയം. പൊട്ടിക്കണം അല്ലേ? ഇപ്പൊ ഒരു അൺബോക്സിങ് അങ്ങനെയാണ്, ടക്ക് ടക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം, എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കണം, അപ്പൊ ഇങ്ങനെ ഫോൺ വരും. മനസ്സിലായോ? മനസ്സിലായി. ഇത് വെള്ളം നോക്കിയാലേ നീ കട്ട് ചെയ്തു ചൂത്തണം. ഇതോ അതല്ല ഷിഗുരുത്തട്ടോ? ഷിഗുരണല്ലേ? അളിയനോടല്ലേ? സൂം ചെയ്തെടുത്തളിയാ, ഇത് മാത്രം മതി. ഏത് മോനെ guys, the frozen iPhone is here. പിന്നെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഗൈസ്. 1.5 ലക്ഷം രൂപന്റെ ഫോൺ ഐസിൽ ഇടാൻ വേണ്ടിയിട്ട് the one and only the original iPhone 17 Pro Max ഇതാ ഇവിടെ. i512GB the original version. അപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാനിട്ടാ ഗൈസ്. ലെറ്റ്സ് അൺബോക്സ് മൈ 17 Pro Max. ഇത് ഫേക്ക്, ഇത് ഒറിജിനൽ. പൊടിയാ കമോൺ. Yes. Woo! പറയട്ടെ? ഓൺ ആക്കട്ടെ? Guys, 17 Pro Max ദാ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു താങ്ക് യു. എടുത്തോ. സെറ്റ് 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 സെറ്റ്. ഓക്കെ. സോ ഗൈസ്, നമ്മളേതാ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കാണിക്കാം. ഒരു കേബിള് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 17 Pro Max അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ. ഏതാണ്ട് ഫോൺ ഓറഞ്ച് കളർ സൂപ്പർ. ഇതെനിക്കല്ലേ? അല്ല അല്ല, ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ഫോണിനെ കുറിച്ച് കാണാം. ഓക്കെ, കട്ട് ചെയ്തു. ശിങ്കു, ഇതൊന്ന് വൃത്തിയാക്കി ഇവിടെ. അവസാനം ശിങ്കുവിന് വൃത്തിയാക്കാൻ എന്താ? അല്ല, ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് റെഡി ആക്കട്ടെ. സോ ഗൈസ്, ഫോൺ ഇതാ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റപ്പ് പാപ്പാക്ക് കൈമാറും. ഇത്ര വലിയ ഫോണ് എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. വെറുതെ പറയാ, പാപ്പാന്റെ ലൈഫ് ഫോൺ ഉണ്ട്. 17 Pro അല്ല, 16 Pro Max. ഓൾ ദ ബെസ്റ്റ് ട്ടാ. ഫസ്റ്റ് ഫോട്ടോ എടുത്താലോ നമുക്ക്? എനിക്ക് ഞാനും പാപ്പയും ഫസ്റ്റ് ഫോട്ടോ. ഇതിപ്പോ സാംസങ്ങിന് വെട്ടിച്ചിട്ടോ. ഓ ഗൈസ്, രാത്രിയായി 10:30. ഫോണിന് പുതിയൊരു പൗച്ചും ഒരു ഗ്ലാസ്സൊക്കെ ഇടണം. അപ്പം അതിന് പുറത്തു പോവാണ്. ഇപ്പം എൻ്റെ പത്നി ഇതുവരെ ഈ ഫോൺ കണ്ടിട്ടില്ല. ഹലോ ശിങ്കു, എങ്ങനെയുണ്ട് പറ? നല്ല വെയിറ്റ് കുറവില്ലേ? നോട്ടെ ഫോണി, നോട്ടെ ഫോൺ ചെയ്യുന്ന പോലെ കാണിക്ക്. ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി.
പക്ഷെ എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മളിത് നോക്കുമ്പോൾ നല്ല സ്മൂത്തും പിടിക്കാനൊക്കെ നല്ല സുഖം. അടിപൊളിയല്ലേ? ഒരു സെൽഫി എടുക്ക് നമ്മളെ ആദ്യത്തെ. നല്ല ക്ലാരിറ്റി നമ്മളെ. ആ നിന്നെ മാത്രം കാണിച്ചു. ഒന്ന് ബാക്കോട്ടാക്കി വെക്ക്. ഇപ്പൊ രണ്ടാവും സ്ക്രീന് വലുതാവും. ബാക്കോട്ടാക്കി ഫോണ്. ആ എടുത്തോ. ശരി. സോ ഗൈസ്, ഞാൻ ഷോപ്പിൽ എത്തിക്കണ് എൻ്റെ 17 Pro Maxന് ഗ്ലാസ് ഒട്ടിക്കാൻ. ഈ ഷോപ്പുകാരൊന്നും ഇതുവരെ കണ്ടിയില്ല. ഞങ്ങൾക്ക് ഒരു ഭാഗ്യം എൻ്റെ വക കിട്ടിക്കോട്ടെ വിചാരിച്ച് വന്നതാണ് ഇവിടെ. അണ്ണേ കാണിക്കൂ. എന്നെ കാണിക്കരുത് എന്ന് പറഞ്ഞു. ഓനാണ് എൻ്റെ കൂട്ടുകാരൻ കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞ് ഓന് 17 Pro Max ഇതുവരെ കൈ കൊണ്ട് തൊടാൻ പറ്റിയില്ല എന്നുള്ളത്. ഒരു സ്പർശന സുഖം കൊടുക്കാൻ വേണ്ടി വന്നേ. ഒരു വര വീണിക്കണ്ടേ മാറ്റി തരണ്ടേ. ഒരു കളിയില്ല. ഇല്ലല്ല വീട് പറിക്കാൻ പറ്റില്ലേ? അവിടെ എന്തോ ഒരു കുറവുണ്ട് ഏടോ. പക്ഷെ ഓറഞ്ച് കളർ ഉണ്ടല്ലോ മോനെ. ഇന്ന് നെക്സ്റ്റോ പോയിട്ടോ ഫോണങ്ങോട്ട് കൈയെടുക്കുമ്പോൾ എല്ലാരും ഇന്നെ നോക്കുക. നല്ല രസമുണ്ട്. കളറില് എല്ലാരും ഇങ്ങനെ ഷോ കാണിക്കാന്. ഇപ്പൊ അത് മസ്റ്റ്. പിന്നെ ഒരു പൗച്ചിട് ഇല്ല, വൈറ്റ് ഇല്ല, കാണണം. അത് 17 Pro Max ആണ്. ഇതിനെ മറ്റേ ഇത് ഒട്ടിക്കൂല നമ്മള്. അതെവിടെ ഉണ്ടാവുക? എനിക്ക് ഇവിടെ ഉണ്ടോ? ഇന്ന് പോകാൻ പറ്റുമോ? 11 മണിയായിട്ടേ ഉള്ളൂ. നമ്മളിവിടുന്ന് ഒരു ചാർജർ കൊടുത്തേക്കാണ്. കിടിലൻ ചാർജർ. ബെസ്റ്റ് റേറ്റ് തന്നത് ഓനാണ്. അതുകൊണ്ട് ഇവിടെ എടുത്ത്. ഇതെന്താ ഒട്ടുന്നുണ്ടല്ലോ? ഇതെന്താ പശ വെച്ചിക്കോ നിങ്ങള്? ആ അതാണല്ലേ. എന്റെ 17 Pro Max ആയോ? അങ്ങനെ പറഞ്ഞ ആ ഓക്കെ ഓക്കെ. എന്തായാലും സെറ്റ്. നമ്മൾ ഇതിൻ്റെ മേലെ പിന്നെ പ്രൊട്ടക്ഷൻ കവർ ഒട്ടിക്കാൻ പോകുന്ന. ഞാൻ പൗച്ചിടാറില്ല, അതുകൊണ്ട്. സോ ഗൈസ്, നമ്മൾ ഐഫോൺ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം 3-4 മണിക്കൂറേ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്യാമറയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നല്ല ഫോൺ. പിന്നെ ദുബായിൽ എത്ര റേറ്റ് എന്ന് ഒരുപാട് പേര് ചോദിച്ചു. പിന്നെ ദുബായിൽ ഇപ്പം റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 97,000 നിങ്ങൾക്ക് നാട്ടിലത്തെ 97,000 രൂപക്ക് 17 Pro കിട്ടും. മാക്സ് ആണെങ്കിൽ ഒരു 1,12-13 അല്ലേ അളിയ? അല്ലേ അല്ലേ ആണ്. പിന്നെ 256-ന്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. അത്ര കൊടുത്താൽ മതി. അപ്പം അത്രേ ഉള്ളൂ. സെറ്റ്. സോ ബൈ ബൈ. ഈ ഫോണിൻ്റെ യൂസ് റിവ്യൂ ഒക്കെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ്